ഹലോ മാന്യരെ, വ്യാപാരികളും നിക്ഷേപകരും. പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൗതയുടെ തതൈ ഏവന ഹറോന്ന് തതൈ തണമമ്യ. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കും. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. നിങ്ങൾക്ക് കൂടുതൽ സൂക്ഷ്മമായി പഠിക്കുന്ന ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും പഠിക്കാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും. ഭവതന വയത് യവധപൻ അള പഥക ധമ. ഈ അവലോകനം ജൂലൈ 02-2025 വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഗുരുതാമവ്യ സംഘടന നഗത വധത ഉപവിഭാഗത്തിൽ പെടുന്നു. ജയോന്തത ദൗന 22 സംഘടനകളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ പട്ടിക നോക്കും. കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ 10 പോയിന്റിൽ 6.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 2.6 പോയിന്റാണ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 ആണെന്ന് കാണാൻ കഴിയും. കമ്പനിയുടെ 6.5 റേറ്റിംഗിനെതിരെ അഗധവധത. ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു അഗധവധത. ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും അഗധവധത -0.8% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിനായുള്ള വില മാറ്റങ്ങൾക്കെതിരെ 0.3%. കമ്പനിയുടെ വിപണി മൂലധനം അഗധവധ $44.03 ബില്യൺ. 66 ബില്യൺ ഡോളറിന്റെ വിപണി മൂലധനമാണ് ഉപവിഭാഗം. കമ്പനിയുടെ പുസ്തക മൂല്യം $21.96 ബില്യൺ. 31 ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം. മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം അഗധവധ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യനിർണയം 66.838%. പുസ്തക മൂല്യം 70.824%. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $5.272 ബില്യൺ കടമുണ്ട്. കമ്പനിയുടെ ഇക്വിറ്റിയുടെ 24% പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളാണ്. കമ്പനിയുടെ ഡെറ്റ് ലെവൽ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും 39.3 ആണ്. 0 എന്ന ഉപവിഭാഗത്തിന് ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലയും വരുമാന അനുപാതവും വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $1120 മില്യൺ. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം $1796 മില്യൺ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 4.4 ആണ്. ഉപവിഭാഗം 4 ശരാശരി. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള എക്സ്ചേഞ്ച് വിലയുടെ മൂല്യനിർണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $9,930 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $13,660 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന അളവുകളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിനലിറ്റി 11.3%. ഉപവിഭാഗത്തിന്റെ ശരാശരി -6.1%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം 60.523%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 10% കുറവാണ്.
ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $1,720,000 ഉപവിഭാഗത്തിന് $1,557,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം $43,800,000. ഉപവിഭാഗത്തിൽ ശരാശരി -$23,600,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $388,000 ആണ്. ഉപവിഭാഗം $385,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന ഇടപാടുകളുടെ അളവ് 1% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 3.8%. സാങ്കേതിക സൂചകം നധവ 14 കമ്പനിക്ക് 56% നിലവാരം കാണിക്കുന്നു. അഗധവധത ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 57%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $89.1 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $106 ആണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുലമണമയോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി അഗധവധത. സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുടണനബയ ഒരു തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $89.2 എന്ന നിരക്കിൽ വളർച്ചയ്ക്കായി തുറക്കാൻ ഓർഡർ. കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 102.09 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 75.95 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ഓഗസ്റ്റ് 01 ട്രേഡിംഗ് സെഷന്റെ അവസാനം ഡീൽ സ്വയമേവ അവസാനിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ. ടിക്കർ $9.90 വിൽപ്പനയ്ക്കുള്ള ഒരു സന്തുലിത ഇടപാടായി മാറും. ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോ ആയിരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1. വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. ഗുരുലമണമയോ